ഇറ്റാലിയൻ വനിത ആൻ്റോണിയോ മൈന എന്ന സോണിയയ്ക്ക് ഭാരതത്തിൻ്റെ രാഷ്ട്രപതി വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഇന്നത്തെ പാർലമെൻറ്റിലെ പ്രഭാഷണം ഇഷ്ടപ്പെട്ടില്ല. അവരുടെ മകനും ബോറടിച്ചു, രാഹുലിനും. കാരണം എന്താണെന്ന് സോണിയ പറഞ്ഞത് കേൾക്കണമോ? ഇന്ത്യൻ രാഷ്ട്രപതി ഒരു പുവർ ലേഡിയാണ് പോലും, പാവപ്പെട്ട വ്യക്തിയാണ് പോലും. ശരിയാണ്, ദ്രൗപദി മുർമു എന്ന മഹത്തായ വ്യക്തിത്വത്തെ രാഷ്ട്രപതിയാക്കിയപ്പം ഭാരതത്തിന് അറിയാമായിരുന്നു അവരൊരു പാവപ്പെട്ട വ്യക്തിയാണെന്നുള്ള വിവരം. പാവപ്പെട്ട ആദിവാസി സ്ത്രീയാണെന്നുള്ളവർ അറിഞ്ഞുകൊണ്ടാണ് 140 കോടി ജനങ്ങളുള്ള ഭാരതം അവരെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കിയത്. അതിന് വെളുത്ത വനിതയ്ക്ക് കറുത്ത വനിതയോടുണ്ടാകുന്ന ആ വർണ്ണവെറിയാണെങ്കിലും നടത്താവുന്ന പരിശ്രമങ്ങളെല്ലാം നടത്തിയിട്ടും മതപരിവർത്തനം ചെയ്യാത്ത ഒരു വ്യക്തിയോട് ഹിന്ദുവിരുദ്ധ വർഗീയവാദത്തിൻ്റെ ആൾ രൂപമായ സോണിയയ്ക്ക് ഉണ്ടായ വിരോധമാണ്. ഇതിലെന്താണെങ്കിലും ഭാരതം ആ വർണ്ണവെറിയെ, ആ വർഗീയതയുടെ രാഷ്ട്രീയത്തെ, ആ പാവപ്പെട്ട സ്ത്രീയെ അപമാനിക്കുന്ന സ്വഭാവത്തെ ശക്തമായി ഭാരതം പ്രതികരിക്കും, പ്രതിഷേധിക്കും. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഇന്ന് പാർലമെൻറ്റ് സമ്മേളനം കൂടുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞു. 2014 ശേഷം എല്ലാ തവണയും പാർലമെൻറ്റ് സെഷൻ കൂടുന്നതിന് മുമ്പായിട്ട് വിദേശ രാജ്യങ്ങളിലെ സോണിയയുടെയും രാഹുലിൻ്റെയും രക്ഷകർത്താക്കൾ ജോർജ് സോറോസിനെ പോലുള്ളവർ ചില വാർത്തകൾ പടച്ചുവിടാറുണ്ട്. പാർലമെൻറ്റ് നടപടികളെ തകർക്കാനും രാജ്യത്തെ എതിർക്കാനും വേണ്ടി. അത് ഇത്തവണ അങ്ങനെയൊന്നും നടന്നില്ലല്ലോ എന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ പിന്നിലൊരർത്ഥമുണ്ടായിരുന്നു. ഭാരതത്തെ എതിർക്കാൻ വേണ്ടി ഭാരതത്തിന് പുറത്തു നിന്നും ഒന്നിച്ചു കൂടിയവരുടെ ധൈര്യത്തിൽ, അവരുടെ പ്രഹരശേഷിയുള്ള സ്വന്തം വിശ്വാസത്തിൽ എവിടെയോ തകരാറ് സംഭവിച്ചിരുന്നു എന്ന് വായിച്ചറിയേണ്ടതുണ്ട് എന്ന്. പക്ഷേ ആ സാഹചര്യം 2014 തൊട്ടുള്ള എല്ലാ പാർലമെൻറ്റ് സമ്മേളനങ്ങൾക്കും മുമ്പായി വിദേശത്തു നിന്ന് കുത്തിത്തിരിപ്പിന് വേണ്ടി വീഡിയോകളും വാർത്തകളുമൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ആ സോഴ്സ് ഒരു തവണ കൈയൊഴിഞ്ഞപ്പം സോണിയയുടെ മുട്ട പറിച്ചു എന്ന് പറയാതിരിക്കാനും തരമില്ല. എന്തായാലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയെ അപമാനിച്ച സോണിയയുടെ ആ വാക്കുകൾക്ക് രാഷ്ട്രപതി ഒരു പുവർ ലേഡിയാണെന്ന് പറഞ്ഞ ആ പ്രയോഗത്തിന്, ആ അധിക്ഷേപത്തിന് ഭാരതം അർഹിക്കുന്ന മറുപടി കൊടുക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാവപ്പെട്ട കുടുംബത്തിൽ ജീവിച്ച് പാവപ്പെട്ട സാഹചര്യത്തിൽ വളരുന്നത് പലരും പലതരത്തിലായിരിക്കും കാണുക. ഒരു കൂട്ടര് അതിനെ സ്വന്തം നാടും വീടും വിട്ട് പുറത്തെവിടെങ്കിലും ചെന്ന് നൃത്ത ചുവടുകൾ വെച്ച് ആരെയെങ്കിലുമൊക്കെ കയ്യിലെടുത്ത് കഴിയുമ്പം ആ കയ്യിലെടുത്ത ആൾ കേമനാണെങ്കിൽ അയാളുടെ രാജ്യത്ത് നിന്ന് മഹാറാണിയായിട്ട് വാഴുന്നതിനുള്ള വഴി തേടിയത് അത് സ്വീകാര്യമല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും അങ്ങനെയുമാകാം. എന്നാൽ ജീവിതത്തിൽ നേരിടേണ്ട എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് സ്വന്തം ജീവിതത്തെ ശരിക്കും സ്വന്തം സംസ്കാരത്തിൻ്റെ അടിത്തറയിലൂടെ കെട്ടിപ്പടുത്തെടുക്കുന്ന വനിതാ രത്നങ്ങളും ഉണ്ടാവും. അവരെ ലോകം ബഹുമാനിക്കും. സോണിയയെപ്പോലുള്ളവരെ തള്ളും എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.